Hello everyone, product designing software ആയ സോളിഡ്വർക്സിൻ്റെ ഷീറ്റ് മെറ്റൽ എൻക്ലോഷർ ഡിസൈൻ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്ത മോഡലിലേക്ക് ഒരു സ്ക്രൂവും അതിൻ്റെ നട്ടും എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റിലേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ മോഡലിൽ ഫിക്സ് ചെയ്യുന്ന കാര്യം വരെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസംബ്ലികളെ പറ്റിയും സബ് അസംബ്ലികളെ പറ്റിയുമാണ്. അസംബ്ലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു അസംബ്ലിയാണ്. ഓക്കെ, അതായത് നമ്മളുടെ ഇവിടെ പേര് തന്നെ നോക്കിയാൽ കാണാം, എൻക്ലോഷർ .sld.asm, അതായത് സോളിഡ് വർക്ക് അസംബ്ലി എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് .sld.asm. ഇത് എക്സ്റ്റൻഷനാണ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. ഇതാണ് മെയിൻ അസംബ്ലി. ഈ ഒരു കാണുന്ന കംപ്ലീറ്റ് അസംബ്ലിയാണ് ഈ അസംബ്ലി എന്ന് പറയുന്നത്. ഈ അസംബ്ലിക്കകത്തുള്ള സബ് അസംബ്ലികളാണ് ഈ കാണുന്ന ഓരോ അസംബ്ലികളും. വ്യക്തമായല്ലോ? ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അതായത് ഈ അസംബ്ലികളിൽ, അതായത് ഈ സബ് അസംബ്ലികളുടെ അകത്ത് വീണ്ടും അസംബ്ലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ അസംബ്ലി ഇൻസൈഡ് എ സബ് അസംബ്ലി എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ഡിസൈനിൽ നമ്മളുടെ അസംബ്ലി എല്ലാം ഈ മെയിൻ അസംബ്ലിയുടെ താഴെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിളിൽ എനിക്ക് ആ ഒരു അസംബ്ലി ഇൻസൈഡ് എ സബ് അസംബ്ലി എന്നുള്ള എക്സാമ്പിൾ കാണിച്ചു തരാൻ സാധിക്കില്ല. അത് പക്ഷേ ഈ വീഡിയോ തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. ഇനി പാർട്ട് അല്ലെങ്കിൽ അസംബ്ലി, അതായത് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി പാർട്സുകളും അസംബ്ലികളും ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒത്തിരി അസംബ്ലികളും പാർട്ടുകളും എല്ലാം ഉപയോഗിച്ച് നമ്മളൊരു കംപ്ലീറ്റ് മോഡൽ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ്ഡ് ആയിട്ട് കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടോപ്പ് ആൻഡ് ബേസ് പാർട്ടുണ്ട്, ടോപ്പ് പാർട്ടുണ്ട്, പിന്നെ നട്ടും സ്ക്രൂവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലല്ല. അതുകൊണ്ട് ഇതിന് അത് വലിയ അഫക്റ്റഡ് ആവുകയൊന്നുമില്ല. എന്നാൽ ഒത്തിരി പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അസംബ്ലിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഓരോ പാർട്ടുകളെ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതിനെ മാനേജ് ചെയ്യുന്നതിനും ഒക്കെ കുറച്ച് ഡിഫിക്കൽറ്റിയാണ്. കാരണം ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 1 2 3 4 5 6 7 8 9 10 10 സബ് അസംബ്ലികളാണ് ഇതിൻ്റെ കീഴിൽ ഉള്ളത്. ഈ 10 മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഈ 10 ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ ഏത് ഓപ്പൺ ചെയ്ത് നോക്കിയാലും വേറെ അസംബ്ലികളൊന്നും ഇതിനകത്ത് കാണില്ല. എന്നാൽ 20, 30, 50 ഒക്കെ സബ് അസംബ്ലികളും പാർട്സുകളും ഒക്കെ വരുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. ഈ അസംബ്ലിയിൽ നിന്ന്, അതായത് ഈ മെയിൻ അസംബ്ലിയിൽ നിന്ന് അതിനെ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. അത് ഒഴിവാക്കുന്നതിനുള്ള ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഡിസൈൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിസൈനിലെ കീ കമ്പോണൻസിനെ നമ്മൾ പാർട്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒഴിവാക്കുന്നതിനുള്ള ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അസംബ്ലി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അസംബ്ലി ആവും. അതുമാത്രമല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അസംബ്ലിയും ആവും. ഇനി അഥവാ അങ്ങനെ സാധിച്ചില്ല, നമ്മളിങ്ങനെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സ്ഡ് ആക്കിയാണ് ഒരു അസംബ്ലി ക്രിയേറ്റ് ചെയ്തത്, അതായത് ഇപ്പോൾ കാണുന്നത് പോലെ ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സോളിഡ് വർക്ക്സ് മറ്റൊരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഓർഡറിൽ ആക്കാൻ സാധിക്കും. അതായത് ഇപ്പം നമുക്കിത് നോക്കുകയാണെങ്കിൽ ഈ സ്ക്രൂസ് എല്ലാം ആക്ച്വലി എനിക്ക് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് പാർട്ടിനകത്ത് വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, സ്ക്രൂസിനെ എല്ലാം എനിക്ക് ബേസ് പാർട്ടിനകത്ത് വേണം. അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഈ ബേസ് പാർട്ടിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്താക്കേണ്ട സാധനങ്ങളെല്ലാം കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്കും ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിനകത്ത് നോക്കുക, ഫോം ന്യൂ സബ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതായത് ഫോം ന്യൂ സബ് അസംബ്ലി എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മൾ സെലക്ട് ചെയ്ത പാർട്ടുകളെല്ലാം കൂടി ഒരു
സബ് അസംബ്ലി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ അസംബ്ലിക്കകത്ത് നമ്മളുടെ ബേസ് പാർട്ടുണ്ട്, സ്ക്രൂസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പ് പാർട്ട് നട്ടുകളും എല്ലാം കൂടി ഒന്നിച്ചാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെയും സാധിക്കും. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഞെക്കി പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ നട്ടുകളെയും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോം ന്യൂ അസംബ്ലി എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്നിച്ചൊരിതാവും. ഇപ്പോൾ ഈ ഒരു മെയിൻ അസംബ്ലിയുടെ അകത്ത് മെയിനായിട്ട് ഈ 2 സബ് അസംബ്ലികളാണുള്ളത്. ഈ 2 സബ് അസംബ്ലിയിൽ ഓരോന്നിൻ്റെ അകത്തും ഓരോ അസംബ്ലി ഫയൽസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത, അതായത് മോഡലുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെയിൻ അസംബ്ലിയുടെ താഴെ അല്ലെങ്കിൽ മെയിൻ അസംബ്ലിക്ക് കീഴേ വരേണ്ട അസംബ്ലി ഫയൽസ് എല്ലാം ഏതെങ്കിലും ഒരു അസംബ്ലി ഫയലിനകത്താണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പുറത്താക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സബ് അസംബ്ലിയിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസോൾവ് സബ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡിസോൾവ് സബ് അസംബ്ലിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കിടന്ന സാധനമെല്ലാം കൂടെ പുറത്താവും. ഓക്കെ, വ്യക്തമായല്ലോ. നമുക്കിതിനെ ഇപ്പം തിരിച്ചകത്ത് തന്നെ കയറ്റാം. ഒരു വൃത്തിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബേസ് പാർട്ടിൽ ആണ് നമ്മൾ സ്ക്രൂസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് പാർട്ടിലാണ് നമ്മൾ മറ്റേ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചകത്ത് കയറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തിനെയും സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഏതാണ് ഫോം ന്യൂ അസംബ്ലി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ എല്ലാ അസംബ്ലികളും വളരെ വൃത്തിയായിട്ട് തന്നെ ഈ ഒരു മെയിൻ അസംബ്ലിയുടെ താഴെ ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ അസംബ്ലി ഫയൽസിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് അസംബ്ലി ഇൻ എക്സ്റ്റേണൽ ഫയൽ എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസംബ്ലിയെ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു അസംബ്ലിയെ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സേവ് ഓൺലി ദ അസംബ്ലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് ഇപ്പം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, അതായത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അസംബ്ലിക്കകത്ത് ഉള്ള കമ്പോണൻസുകളും എല്ലാം കൂടി ഒരു അസംബ്ലി എന്നുള്ള രീതിയിൽ സേവ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതിന് സ്പെസിഫിക് പാത്ത് വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അസംബ്ലിയിലുള്ള സെയിം അതേപടി കമ്പോണൻസുകൾ സേവ് ചെയ്യാം. അങ്ങനെയുള്ള ഓരോ ഓപ്ഷനുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ അസംബ്ലി അവിടെ സേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. സേവ് അസംബ്ലി ഇൻ എക്സ്റ്റേണൽ ഫയൽ, സേവ് ഓൺലി അസംബ്ലി, ഓക്കെ കൊടുക്കുക ജസ്റ്റ്. അപ്പോൾ ആ 2 അസംബ്ലികളും കൃത്യമായിട്ട് പോയി സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നൽകാൻ ഉദ്ദേശിച്ച ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത്രയും വളരെ ചുരുങ്ങിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും, അതായത് നിങ്ങളുടെ ഓരോ ലൈക്കും വന്നിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് വളരെയധികം സപ്പോർട്ടീവ് ആവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.